അപ്പോൾ മോഹിനിയാട്ടം ഇന്ന് റിലീസായിരുന്നു. ഇപ്പോൾ തിയേറ്ററുകളിലെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് മാമിന് ഇപ്പോൾ തോന്നുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇന്നാണ് ഫസ്റ്റ് ഷോ കണ്ടത്. ക്രൂ എല്ലാവരും കൂടെയാണ് കണ്ടത്. അപ്പോൾ ഡബ്ബിങ് സമയത്തോ അല്ലെങ്കിൽ ആക്ടിങ് ചെയ്യുന്ന സമയത്തോ നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീഷൻ അറിയില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ റീ റെക്കോർഡിങ് എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ നല്ല എഡിറ്റുമായിരുന്നു. എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ ആൾക്കാരുടെ ജനങ്ങളുടെ റിയാക്ഷൻസും ചിരിയും കയ്യടിയും ബഹളമൊക്കെ കേട്ടപ്പോൾ ഒരുപാട് ഹാപ്പിയായി. വലിയ വലിയ ഡയറക്ടേഴ്സ് വരെ പറയുന്നുണ്ട് സിനിമ കണ്ട് കുറേ നേരം ഇരുന്ന് ചിരിച്ചു എന്നൊക്കെ പറയുന്നത്. എങ്ങനെയാണ് ഭരതനാട്യം എന്നുള്ള മൂവിയിലെ സ്ക്രിപ്റ്റിലേക്ക് ആ ഒരു ഇതിലേക്ക് എത്തിയത്? അത് എങ്ങനെയാണ് എത്തിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡയറക്ടർ സൈഡിൽ നിന്ന് വെളി വന്നതാണ്. അപ്പോൾ അവർ ആ ഒരു രുക്മിണിയുടെ ക്യാരക്ടറിന് വേണ്ടി വേറെ ആരെയോ നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്. അപ്പോൾ അതിനുള്ള അവർക്ക് എന്തോ ഡേറ്റ് ഇഷ്യൂസോ ആരും ആർട്ടിസ്റ്റ് പോലെ എനിക്ക് അറിഞ്ഞുകൂടാ. ഡേറ്റ് ഇഷ്യൂസോ എന്തോ ഉണ്ടായപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അവരാലോചിച്ചപ്പോൾ എന്നെ ഓക്കെ ആണെന്ന് തോന്നി. അപ്പോൾ അവർക്കൊരു പാവത്താനായിട്ടുള്ള ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു അമ്മയായിരുന്നു വേണ്ടിയിരുന്നത്. സോ അവർക്ക് അത് ഓക്കെ ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഡയറക്ടർ എന്നെ വിളിക്കുന്നതും.